ജെയ്ഡി ജയിലിൽ വളരെ നല്ലവളായി നടക്കുന്നു. അതുമാത്രമല്ല എല്ലാവരും ഫ്രീ ടൈമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൾ ആ സമയം പോലും വേസ്റ്റ് ആക്കാതെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മഴ പെയ്താലും ഇവൾ എക്സസൈസ് ചെയ്യുന്നത് കണ്ട് വാർഡൻ പോലും അതിശയിക്കുന്നു. ഇവൾ ഇത്രയും ഹാർഡായി എക്സസൈസ് ചെയ്യുന്നത് അവളുടെ ഹസ്ബൻഡിനോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയാണ്. കാരണം 6 മാസത്തിന് മുൻപ് ഇവളും ഹസ്ബൻഡും ഹാപ്പിയായാണ് ജീവിച്ചിരുന്നത്. ഇവർക്കൊരു മകനുമുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവർ രണ്ടുപേരും മാത്രം അവരുടെ വെഡിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനായി ബോട്ടിൽ പോകുന്നു. അടുത്ത ദിവസം ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ അവളുടെ ബോഡി ഫുള്ള് ബ്ലഡ് പറ്റിയിരിക്കുന്നു. മാത്രമല്ല ബോട്ടിലും ബ്ലഡ് സ്പ്രെഡ് ആയിരിക്കുന്നു. അപ്പോൾ അവൾ താഴെ കിടന്നൊരു കത്തി കയ്യിലെടുത്ത് അടുത്ത സെക്കൻഡിൽ തന്നെ കോസ്റ്റ് ഗാർഡ്സ് അവിടേക്ക് വരുന്നു. അവളുടെ കയ്യിലിരുന്ന കത്തിയും അവിടെ ഉണ്ടായിരുന്ന ബ്ലഡും വെച്ച് ഇവളാണ് ഹസ്ബൻഡിനെ കൊന്നതെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. അതിന് തെളിവായി ബോട്ടിൽ നിന്ന് ഇവളുടെ ഹസ്ബൻഡ് പോലീസിനെ കോൾ ചെയ്ത കോൾ റെക്കോർഡിംഗ്സ് കിട്ടുന്നു. അതുപോലെ ആ കേസ് സ്ട്രോങ് ആക്കുന്നതിനായി അവളുടെ ഹസ്ബൻഡിന്റെ പേരിൽ $2 മില്യൺ ഇൻഷുറൻസും ഉണ്ട്. അതിന്റെ നോമിനിയായി ഇവളുടെ പേരാണ് വെച്ചിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ ഇവളാണ് ഹസ്ബൻഡിനെ കൊന്നതെന്നുള്ള കുറ്റം അവളുടെ മേൽ വരുന്നു. അവൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് പോലും കിട്ടുന്നില്ല. ഇപ്പോൾ ആ ഇൻഷുറൻസ് തുകയും ഇവളുടെ മകനെയും തന്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ച് പുറത്തു വരുന്നത് വരെ അവനെ നോക്കാൻ പറയുന്നു. ആ ഫ്രണ്ട് ആകെ ഒരു പ്രാവശ്യം മാത്രം ജയിലിൽ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കുന്നു. അതിനുശേഷം അവളുടെ ഒരു വിവരവും ഇല്ലാതാവുന്നു. ഇവൾക്ക് ജയിലിനകത്ത് നിന്ന് ഫ്രണ്ടിനെ അന്വേഷിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നു. അതിനുശേഷം ജോലി സ്ഥലത്തേക്ക് കോൾ ചെയ്ത് അവളുടെ പുതിയ നമ്പർ വാങ്ങുന്നു. ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് മകനോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞ് ഒച്ചയിടുന്നു. അപ്പോൾ മകൻ ഇവളോട് സംസാരിക്കുമ്പോൾ ആരെയോ അച്ഛ എന്ന് വിളിക്കുന്നു. നോക്കുമ്പോൾ ഇവൾ ജയിലിലായിരിക്കുന്നത് ഇവളുടെ ഹസ്ബൻഡിനെ കൊന്ന കേസിലാണ്. പക്ഷെ അയാൾ ആ ഇൻഷുറൻസ് പണവും കൈക്കലാക്കി ഇവളുടെ ഫ്രണ്ടിനൊപ്പം മറ്റൊരു സ്ഥലത്ത് ഹാപ്പിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതറിഞ്ഞത് മുതൽ പുറത്തിറങ്ങുന്നതിനായി ഇവൾ വളരെ നല്ല സ്വഭാവത്തിൽ ബിഹേവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നല്ല നടപ്പിന് 6 വർഷത്തിന് ശേഷം ആദ്യമായി പരോളിൽ പുറത്തിറങ്ങുന്നു. എന്നിട്ട് അവളുടെ കൈകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ കൊല്ലുന്നു. ഓൾറെഡി അവൾ അതിന് ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് തന്നെ വീണ്ടും അവളുടെ മേൽ കേസെടുക്കാൻ കഴിയില്ല.